മമ്മൂട്ടി വീടിന്റെ കൈകൊണ്ടാണെങ്കിലും കേസെടുത്തത് ചവിട്ടി പ്രകാശന്റെ പേരിലാണ്. ചത്താനും കുത്തിവനും സ്വന്തം പാർട്ടിക്കാരായോണ്ട് കേസ് ചവിട്ടുവിന്റെ പേരിലാണ്. എടാ ഞങ്ങൾ ഈ അംഗവാദികൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇന്നേ ഒരു നീ കൊച്ചിന്റെ കാര്യത്തിനൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഫോൺ തിരിച്ചിട്ട് നെഞ്ചോ കൂടി ഞാൻ പുറത്തിടും. ഇതിനെ പറ്റി പുറത്ത് അന്വേഷിക്കാനല്ല, വേറെ ആരെങ്കിലും അതൊരു ലോക്കൽ ഗാഡി. ഇങ്ങനത്തെ ചാണകേസൊക്കെ ഷാജി പാപ്പനാണോ സാർ? അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ അപ്പോൾ അങ്ങ് പാരിസിൽ പോയി ചോദിച്ചറിയാം സാത്താന്. അതെന്റെ അമ്മയുടെ ഒരു ഗജരാജമുണ്ട്. ഇറങ്ങി പൊക്കോണം സാത്താന്റെ ഹൈ റേഞ്ചിൽ നിന്ന്. ഇതെങ്കിൽ വണ്ടി അടക്കം ഞാൻ കത്തിക്കും. അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും അപ്പം കപ്പം കൊണ്ടേ പോകും. സത്യത്തിൽ എന്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്റെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പ്രശ്നം വന്നാലുണ്ടല്ലോ കാറ്റ് കണ്ണടിച്ച പോലെ ഇങ്ങനെ നിൽക്കണം. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്ന് അത് മടക്കി കുത്താനും അറിയാം. മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന നല്ല രണ്ട് തെറി പറയാനും അറിയാം. ഞാൻ കാണിച്ചു തരും. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? Don't forget to take the gun. Okay. ഞാൻ ബാക്കി നിൽക്കാം. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ സാർക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഒരു പോലീസുകാരനും പറഞ്ഞില്ല. നല്ല വേല പയ്യനൊരു പോലീസുകാരനായിരുന്നാലേ അവനോ ഉയരോടെ വെച്ച എന്നൊക്കെ അതാ യൂസ്ഫുൾ ആകുന്ന വെച്ച ആരാത് എന്റെ ഉയർ തന്നെ കാപ്പാറ്റണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതേയില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. എന്നാൽ കയ്യിൽ കാശുണ്ട്, നമ്മൾ നാലാളെ അറിയിക്കണം. ഇതൊക്കെ റിസ്ക്കാണ് സാർ. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്നെ താങ്ങി പിടിച്ചേക്ക് എന്നെ നോക്കിയിട്ടില്ല. എന്നിട്ടിപ്പം എന്തായി? സമയം ആര് എപ്പോൾ മുകളിൽ കയറുന്നത് ആള് തീരുമാനിക്കും. അതെ, ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഞാനിപ്പോഴും ഇവനാണ് സ്ഥാപിച്ചിടണം. ഒരു 2ാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫെയർ അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു 6 വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന വ്യക്തമായ ജാതിയുടെ രാഷ്ട്രീയം, the politics of discrimination, the politics of hate, caucus, belt, groupism, favoritism, nepotism. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. കളിയാക്കുന്നവരാ പട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പട്ടികളെ. ഏതോ ഒരു പണക്കണ്ണ മത്സരത്തോട് വാഴ്ത്തിക്കൂടാതെ ഒരു വാഴ്ച ஒருத்தனை கொல்ல அவனை கூப்பிட்டு அவன் உட்காந்து வச்சு அவன் தீயெல்லாம் போட்டு கொடுத்து ஐயா சாமி நான் அவனை கொல்ல போறேன்னு பெர்மிஷன் கேட்ட முதல். இதுக்கு பதிலாக நீங்க கிட்ட நீங்க எல்லாம் பெரிய மனுஷா உன்னை கொல்றதுக்காக நான் 27 வருஷமா வெயிட் பண்ணிட்டே சொல்றேன். ഓയ് മമ്മൂട്ടി. ആ എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. இந்த பைபிள் பகவத்கீதை 2:21 தான் சொல்லியிருக்கு. நீ யாரா இருந்தாலும் நீ வந்த வேலையை முடிச்சுட்டு நீ கிளம்பணும். அந்த வேலை முடிக்கிறதுக்கு நீங்க வாழணும். நீ எந்த வேலை சொல்லுக்கு நான் சொல்றேன். நீ எந்த வேலை சொல்லுக்கு நான் சொல்றேன். புரியுதா உனக்கு?
அப்படி அது ஒரு என்ன கொண்டா நானா இருந்தா அவங்கள கொன்ன எனக்கு உங்களை கொள்றதுக்கு எவ்வளவு டைம் வேணும்னு நீங்க நினைச்சுப்பாரு. என்ன கூப்பிட ஓகே சார் சிங்கம் வீட்டாடும் போது காடும் செருப்பா இருக்கலாம். அப்போ அது பசுடு இருக்கும்போது காடும் பட்டினி கிடப்பா. இந்த மாதிரி நேரத்தில் வீரங்கள் எல்லாம் എന്റെ കണ്ണീർ എന്നെ കൈവച്ചത് യാറ്. അപ്പൊ നീ പറഞ്ഞില്ലെങ്കിലും ഞാനെന്താ അധികം കൂട്ടിട്ട് പോകും. എന്താ മോനെ ഇവിടെ ബോംബെക്കാര ജാവോ എന്ന് പറഞ്ഞു. ജാവോ പുഷ്പ എന്ന ഫ്ലവർ അല്ലടാ, ഫയർ. இல்ல கொஞ்ச நேரத்துக்கு முன்னாடி டிஸ்கஸ் பண்ணி கண்டிப்பா ஒரு கூட்டம் இருக்கும். உங்களால அது முடியல, உங்களால இது முடியல, உனக்கு அது செட் ஆகுது, உனக்கு இது செட் ஆகுது, அப்படியெல்லாம் சொல்றேன். ஆனா அதை வந்து எடுத்துக்காதீங்க. ஒன்னு உள்ள ஒருத்தர் இருப்பார், உங்க உள்ள ஒருத்தர் இருப்பார். அவன் என்ன சொல்லணும், அவன் என்ன சொல்லணும் அது மட்டும்தான் கேட்கணும். Violence, violence, violence. I don't like. I avoid. Violence likes me. I can't avoid. രജനീകാന്ത് ജയിലാർ റൂമിലൂടെ പോയിട്ട് ഫുൾ ആകുമ്പോൾ താഴ്ചയിൽ പോലെ പഠിക്കുക. Huko Tiger ka Huko. അപ്പോൾ ഒരിക്കൽ കൂടെ ഒരുപാട് സന്തോഷം ഈ വേദിയിൽ എത്താൻ സാധിച്ചതിൽ. ഈ 40 എണ്ണം കറക്റ്റ് കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഞാൻ ആലോചന ചെയ്യുന്നത്. 40 30 എണ്ണത്തിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ജിൻഡോ ചേട്ടൻ